നമസ്കാരം. എല്ലാ മനഃപ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം, കാലൻ കോഴി കൂവുന്നതും പട്ടി ഓരിയിടുന്നതും ദോഷമാണോ? ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന എന്താണെന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രശ്നം നോക്കാൻ പോകുന്ന ഒരാൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് എന്താണ് അതിൻ്റെ കാരണം നേരത്തെ ഒരു ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സംശയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ പല ചാനലുകളിലൊക്കെ പോയിട്ട്, മുഖമില്ലാത്ത പല ചാനലുകളിലും പോയി ഇതിൻ്റെ വേറെ രീതിയിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ സത്യമല്ലാത്ത കാര്യങ്ങൾ കേട്ട് അതിൽ തൃപ്തി തോന്നാതെ നമ്മുടെ അടുത്ത് വന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. അതായത് 2004-2005 കാലഘട്ടത്തിൽ സുനാമി ഉണ്ടായിരുന്നു അല്ലേ? ഈ വേറെ പല പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സുനാമി ഉണ്ടായ സമയത്ത് ഒരു കടൽജീവി പോലും, അല്ലെങ്കിൽ ഒരു കാക്ക, അല്ലെ കടൽത്തീരത്തുള്ളൊരു പട്ടി പോലും മരിക്കുകയുണ്ടായില്ല. എന്തുകൊണ്ടാ? കടലിൽ സംഭവിക്കാൻ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകാൻ പോകുന്ന ഓരോ കാര്യങ്ങളും, പ്രകൃതിയിൽ സംഭവിക്കുന്ന ഓരോ ചലനങ്ങളും നമുക്ക് ഈ ഒരു മൃഗങ്ങൾക്ക് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് നമ്മുടെ ആധുനിക ശാസ്ത്രം പോലും ശരിവെച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ കാലഭൈരവൻ, അല്ലെ ഭൈരവൻ എന്നൊക്കെ പറഞ്ഞ മൂർത്തി ഭാവമുണ്ട്. മഹാദേവന്റെ മൂർത്തിയാണ്. അപ്പൂപ്പൻ എന്നൊക്കെ പറയത്തില്ലേ? അപ്പൂപ്പൻ അത് വേറെയാണ്. ഇപ്പോഴും ഈ അപ്പൂപ്പൻ്റെയൊക്കെ അല്ലെ കാലഭൈരവൻ്റെയൊക്കെ വാഹനമായിട്ടാണ് പട്ടി നമ്മൾ പറയുന്നത്. പട്ടിക്ക് ഒരു ദേവതാസ്വരൂപം നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും, നേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങൾ കാണുമ്പോൾ, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഇത്ര ഡിസംബിളിൽ കൂടിയുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഇവർ ഓരിയിടാറുണ്ട്. പട്ടി മാത്രമല്ല, വേറെ പല ജീവികളും, കുറുക്കൻ ഓരിയിടാറുണ്ട്, കാലൻ കോഴി കൂവാറുണ്ട്, നമ്മുടെ വീട്ടിലെ ചില കോഴികൾ, വളർത്തുന്ന കോഴികൾ കൂവാറുണ്ട്, പൂച്ചകൾ ഇങ്ങനെയുള്ള അൾട്രാസൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യപ്പെട്ട് മുരളാറുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് സംഭവിക്കുന്ന അവസ്ഥകൾ ഉണ്ട്. നമ്മളീ കണ്ണുകൊണ്ട് കാണുന്ന പ്രകൃതി അല്ല, ഇതിനകത്ത് നമുക്ക് അറിഞ്ഞതിനെക്കാട്ട് കൂടുതൽ അറിയാത്ത കാര്യങ്ങളുണ്ട്. അതിലേക്ക്, ശാസ്ത്രത്തിലേക്കൊന്നും സയൻസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചിലർ പറയാറുണ്ട്, ആചാര്യന്മാർ പറഞ്ഞേക്കുന്ന ഒരിക്കലും പതിരില്ല, അല്ലെങ്കിൽ നമുക്ക് കള്ളമില്ലാത്ത കാര്യങ്ങൾ ആചാര്യന്മാർ പറഞ്ഞേക്കുന്നത്. നമുക്ക് അടുത്ത് കാലൻ കോഴി കൂവുന്ന കേട്ടാൽ, ഇല്ല അടുത്ത് പട്ടി ഓരിയിടുന്ന കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരത്ത് നിന്നും മരണം കേൾക്കാനുള്ള സാധ്യത ഉണ്ടാകും. ദൂരത്തു നിന്നും പട്ടി ഓരിയിടുന്നത്, അല്ലെ ദൂരത്തു നിന്നും ഈ പൂച്ച മുരളുന്നത്, ദൂരത്തു നിന്നും കാലൻ കോഴി കൂവുന്നത് കേട്ട് കഴിഞ്ഞാൽ അടുത്ത് മരണം നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെ മരണവാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൊല കൊള്ളാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അത് തന്നെ നമുക്ക് ചൊവ്വ, വെള്ളി, ഞായർ, കറുത്തവാവ്, വെളുത്തവാവ് ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ പട്ടി ഓരിയിടുന്ന കേട്ട് കഴിഞ്ഞാൽ കുടുംബത്തിൽ എന്തെങ്കിലും ഈ ആപത്തുകൾ, ഇപ്പം കൈ പൊള്ളുക, ചതയുക, അല്ലെങ്കിൽ ബൈക്ക് അപകടം ഉണ്ടാവുക, ആശുപത്രി വാസം ഉണ്ടാവുക, എന്തെങ്കിലും വലിയ രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കുക, അങ്ങനെയുള്ള അവസ്ഥകൾ പറയാറുണ്ട്. ത്രിസന്ധ്യയ്ക്ക് ഇങ്ങനെയുള്ള പട്ടി ഒരു കാലൻ കോഴി കൂവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ, അല്ലെ ഈശ്വര ചൈതന്യം നമ്മുടെ ഗ്രഹത്തിൽ കുറഞ്ഞു വരുന്ന അവസ്ഥകൾ പറയാറുണ്ട്. ഇനി അതിരാവിലെ 4 മണി 5 മണി സമയത്തൊക്കെയാണ് ഈ പട്ടി ഓരിയിടുന്നത്, അല്ലെ കാലൻ കോഴി കൂവുന്നതെങ്കിൽ നമുക്ക് കുടുംബത്തിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും ഭാഗ്യദോഷങ്ങൾ സംഭവിക്കാനുണ്ട് എന്ന് നമുക്ക് പറയാം. ആ ഭാഗ്യദോഷം നമുക്ക് മാറുന്നതിനായിട്ട്, അല്ലെ ഇങ്ങനെയുള്ള ഈ ശബ്ദമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും കാലും മുഖവും കഴുകിയിട്ട്, എപ്പോഴായാലും കാലും മുഖവും വായുവും കഴുകി ശുദ്ധമായ ശേഷം നമുക്ക് ഭസ്മം, കുങ്കുമം, ചന്ദനം ഇത് മൂന്നും ധരിക്കണം. ധരിച്ചിട്ട് 108 പ്രാവശ്യം ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ നമുക്ക് ജപിക്കാം. 108 പ്രാവശ്യം ജപിച്ചു കഴിയുമ്പം നമുക്ക് ആ ഒരു ദുർനിമിത്തം, അതായത് ദുർഫലം നമുക്ക് അനുകൂലത്തിൽ വരാതിരിക്കുന്ന അവസ്ഥയുണ്ടാവും. എന്തായാലും പ്രകൃതിയിൽ നമുക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ജീവികൾ നമുക്ക് പറയാതെ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കത് ദോഷമായിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ ദോഷമായിട്ട് തോന്നുന്ന തന്നെ ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുള്ളൂ, പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുള്ളൂ, വകതിരിവ് അല്ലെ വേർതിരിവ് നമുക്ക് തോന്നുള്ളൂ. ആ നെഗറ്റീവ്
അവനവൻ്റെ പ്രാർത്ഥന കൊണ്ട് മാറുന്നില്ല, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഈ പട്ടി ഊരിടുന്ന കേൾക്കുന്നു, നിരന്തരമായിട്ട് ഈ കാലം കോഴി കൂടുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ അവനവന് എന്തെങ്കിലുമൊക്കെ സമയദോഷമാണ്, കാലദോഷമാണെന്നുള്ള മനസ്സിലാക്കിയിട്ട് അത് നല്ലൊരു ആചാര്യനെ കണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ജീവിതത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. ഇപ്പം മാങ്ങയുള്ള മാവിലെ പിള്ളേർ കല്ലെറിയെന്ന് പറയുന്ന പോലെ നമ്മുടെ കാര്യം നോക്കി ആർക്കും ഉപദ്രവമില്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല നെഗറ്റീവും നമുക്കുണ്ടാകും, പല നെഗറ്റീവ്. ആ നെഗറ്റീവ് ഈ പറഞ്ഞ ഈശ്വരൻ പല ജീവികളിലൂടെ പറയാതെ നമ്മുടെ അടുത്ത് പറയും. നമ്മളതിനെ ഡീകോഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ, അല്ല അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ദുരിതത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.